ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഒത്തിരി ശ്രദ്ധ നമ്മൾ വെക്കേണ്ട ഒരു മേഖലയാണ്. സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ്, സൈബർ ലോകം നമുക്കിങ്ങനെ ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ തുറന്നു കിടക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഏതെല്ലാം തരത്തിലുള്ള പ്രബോധനങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ആ പ്രബോധനങ്ങൾ യേശുക്രിസ്തുവിൽ നിന്നുള്ളതാണോ അല്ലയോ, ലോകത്തിൻ്റെതാണോ അല്ലയോ, അത് ഈ അന്ത്യക്രിസ്തുവിൻ്റെതാണോ യഥാർത്ഥ ക്രിസ്തുവിൻ്റെതാണോ എന്നൊക്കെ എങ്ങനെയാണ് ഒരാൾ തിരിച്ചറിയുന്നത്? പല കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രകടനങ്ങളിൽ അല്ലെങ്കിൽ വെളിയിൽ കാണുന്ന പല പ്രദർശനങ്ങളിൽ അല്ല ഒരു പ്രബോധനത്തിന്റെ ആധികാരികത തിരിച്ചറിയേണ്ടത്. അത് പറയുന്നവരുടെ ജീവിതം, അവരിലുണ്ടാവുന്ന ക്രിസ്തുവിന്റെ ഫലങ്ങൾ, അത് സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾക്ക് ആണ് ഒരു പ്രബോധനം ഊന്നൽ നൽകുന്നതെങ്കിൽ അത് ഈ ലോകത്തിന്റെ ദേവന്റേതാണ്, അന്ത്യക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാൻ ഒരു പ്രബോധനം നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, പാപം ഉപേക്ഷിക്കാൻ ഒരു പ്രബോധനം നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധരാവാനുള്ള ആഗ്രഹം തരുന്നുണ്ടെങ്കിൽ, ഭിന്നതകളും കലഹങ്ങളും അവസാനിപ്പിച്ച് സ്നേഹത്തിൽ ആഴപ്പെടാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവൻ പോലും നഷ്ടപ്പെടുത്താനുള്ള ഒരു സന്നദ്ധതയിലേക്ക് ഒരു പ്രബോധനം നിങ്ങളെ നയിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കാം, അത് ക്രിസ്തുവിൽ നിന്നാണ്, പരിശുദ്ധാത്മാവിൽ നിന്നാണ്.